ഹലോ ഗൈസ്, ട്രാവൽ തോഫിയാണ്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പം ഇനിയുള്ളൊരു വീഡിയോസ് എന്നൊക്കെ പറയുന്നത് എൻ്റെ സ്റ്റോറീസാണ് കേട്ടോ. ട്രാവൽ തോഫിയുടെ പഴയ ഒരു കാലം, അതായത് ഞാൻ അങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു, എങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, എങ്ങനെ ഒരാളായിരുന്നു എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പം എത്രത്തോളം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് എനിക്കത് അറിയത്തില്ല. അപ്പോൾ എന്തായാലും എൻ്റെ സ്റ്റോറീസ്, അതായത് ഞാൻ 6 വർഷത്തിന് മേളിൽ യാത്ര ചെയ്യുന്നുണ്ട് കേട്ടോ. എല്ലാം ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരുപാട് സ്റ്റോറീസ് ഉണ്ട്. ഒരുപാട് ആളുകളുടെ കൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. പലയിടത്തും ടെൻ്റ് അടിച്ച് കിടന്നിട്ടുണ്ട്. എന്നെ എത്ര ആളുകൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, എൻ്റെ റിയൽ ലൈഫിൽ എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് എത്ര ആൾക്കാരുണ്ട്. അപ്പം എന്നെ കുറ്റപ്പെടുത്തിയ ആൾക്കാരും അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ ഒരുപാട്. അവരുടെ ഒന്നും പേരെടുത്ത് പറയുന്നുമില്ല. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പരിഗണിക്കുന്നുമില്ല കേട്ടോ. അങ്ങനെയുള്ള ആൾക്കാരെ കാര്യങ്ങളൊന്നും പറയത്തില്ല. അപ്പം നമുക്ക് എനിക്ക് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആൾക്കാരുടെ എല്ലാ സ്റ്റോറീസും ഇതിലൂടെ പറയാൻ തീരുമാനിക്കുകയാണ്. അപ്പം ഈ ഒരു വീഡിയോസ് ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യും, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും കേട്ടോ. അപ്പം ആൾക്കാർക്കൊക്കെ കാണാം. ഓക്കെ, അപ്പം ആദ്യമേ തന്നെ പറയാം, എൻ്റെ ഒരു തൗഫീഖ് എന്നാണ്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള യാത്രകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആദ്യം കൊറോണ സമയത്ത് കേരളത്തിൽ നിന്ന് നേപ്പാളിൽ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്തിട്ടുണ്ട്. ആ ഒരു യാത്രയിലൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാൻ. ഒരുപാട് കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ എൻ്റെ ഒരു ഇല്ലായ്മകളിൽ നിന്നുള്ള യാത്രയും, ആദ്യമായിട്ടൊരു ചെറുക്കൻ യാത്ര ചെയ്യുന്നു, ആ ഒരു രീതിയിൽ. അതായത് എന്താണ് പറയണ്ടേ, ആദ്യമായ ഒരു യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾ സാധിക്കാനായി ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പുറപ്പെടുന്ന ഒരാൾ, അയാളുടെ സ്റ്റോറി ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നേരെ നമ്മൾ UAE വരുന്നു. യാത്ര നിർത്താൻ പറ്റാത്ത അവസ്ഥകളിൽ UAE നമ്മൾ എമിറേറ്റ്സ് നടക്കുന്നു, 7 എമിറേറ്റ്സ് നടക്കുന്നു. അപ്പോൾ അതിലൂടെയൊക്കെയാണ് എന്നെ ഒരുപാട് ആളുകൾ അറിഞ്ഞു തുടങ്ങിയത്. ഓക്കെ, പിന്നെയുള്ള യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേരളത്തിൽ നിന്ന് കാശ്മീർ പോയി യാത്ര ചെയ്തു. പിന്നെ കേരളത്തിൻ്റെ അകത്തൊരു ചെറിയൊരു നമ്മുടെ നാട്ടിൽ ഒരു യാത്ര ചെയ്തു. അതായത് ഒരു ലിഫ്റ്റ് അടിച്ച് ഒരു കുളിക്കുന്ന സ്ഥലത്ത് പോയതാണ്. കേരളത്തിനകത്തുള്ള ആൾക്കാർ എങ്ങനെ നമ്മളെ സ്വീകരിക്കും എന്നുള്ള രീതിയിൽ അറിയാൻ വേണ്ടിയിട്ട്. അതായത് അന്നൊന്നും തന്നെ ആൾക്കാർക്ക് അറിയത്തില്ല കേട്ടോ, അന്ന് അറിയത്തില്ല. അതിനുശേഷം ഇവിടെ UAE വന്നതിന് ശേഷമാണ് എന്നെ ഒരുപാട് ആൾക്ക് അറിയാവുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് എൻ്റെ മലപ്പുറത്തെ ആൾക്കാരാണ് കേട്ടോ. അതെപ്പോഴും ഞാൻ പറയും. കാര്യം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് കാണാൻ പറ്റും. കൂടുതൽ ആളുകളും തിരൂരിൽ നിന്നാണ് എനിക്കുള്ളത് ഫോളോവർ. ഓക്കെ, അപ്പം അവരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട്. അതായത് എവിടെ വെച്ച് കണ്ടാലും ഓടി ഒന്ന് അടുത്ത് നിന്ന് സംസാരിക്കാനും അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി ആൾക്കാർ. ഒന്നാമത് ഞാൻ പറയാം, ഞാൻ കൊല്ലത്തുകാരനാണ്. കൊല്ലം കൊട്ടാരക്കരയാണ്. കൊല്ലം പ്രോപ്പർ കൊല്ലം അല്ല, 24 കിലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനും അങ്ങനെ ഒരു ക്യാരക്ടറുള്ള ഒരാളാണ്. കാര്യം എനിക്ക് എൻ്റെ കൂട്ടുകാർ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. ഓക്കെ, എനിക്ക് 4-5 കൂട്ടുകാരുണ്ട്. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. അതെല്ലാം എനിക്ക് അങ്ങനെ താല്പര്യമില്ലാത്ത ആൾക്കാരെ ഞാൻ അടുപ്പിക്കാറില്ല, ഞാൻ ഒഴിവാക്കും. അപ്പോൾ എനിക്ക് കുറച്ച് കൂട്ടുകാരുള്ളൂ. അവർ മാത്രമുള്ള അങ്ങോട്ട് ഇതായിട്ട് പോകുന്ന ഒരാൾക്കാരാണ്. ഇപ്പം ഞാൻ എന്തൊക്കെയോ പറയുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ കണക്ട് ചെയ്ത് തന്നെ ഞാൻ പോകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മൈൻഡ് സെറ്റുള്ള ഒരാളാണ്. അങ്ങനെയുള്ള ഒരാളൊക്കെയാണ് ഞാൻ യാത്ര തുടങ്ങിയതും അതിനുശേഷം എനിക്ക് ഒരുപാട് ചേഞ്ചസ് ഉണ്ടായതും. ഇതിനെയൊക്കെ പറ്റിയാണ് നിങ്ങളുടെ ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണുക കേട്ടോ, ഫുള്ളായിട്ടിരുന്ന് കാണുക. ലൈക്കോ സബ്സ്ക്രൈബോ ഒന്നും നമുക്ക് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് ഇതിൽ നിന്നുള്ള പൈസ വേണ്ട. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ആ ഒരു ഇതില്ല. പിന്നെ ഇതിൽ നിന്ന് കിട്ടുന്ന പൈസയുടെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്. $95 അങ്ങാണ്ടേ ആയിട്ടുള്ളൂ. പിന്നെ $100 വരുമ്പോഴത്തേക്കിനും അത് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ യാത്രയുടെ കാര്യം, ഇതിന് ഞാൻ പറഞ്ഞ അങ്ങനെ പോകും കേട്ടോ. അപ്പോൾ യാത്രയുടെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ലാസ്റ്റ് യാത്ര ചെയ്തതാണ് കേരളത്തിൽ നിന്ന് കാശ്മീർ ലിഫ്റ്റ് അടിച്ച് യാത്ര ചെയ്തു. അതൊക്കെ ലിഫ്റ്റാണ് കേട്ടോ, ലിഫ്റ്റ് അടിച്ചാണ് യാത്ര ചെയ്യുന്നത്. ആർക്കും എൻ്റെ വീഡിയോസ് കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു ഫുൾ അതായത് ഒരു യാത്ര ആദ്യം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പിട്ട് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചത്, ഏതൊക്കെ രീതിയിലാണ് ഞാൻ യാത്ര ചെയ്യാൻ തീരുമാനിച്ചത്, അതിനൊക്കെ പറ്റിയുള്ളൊരു വീഡിയോ ആണ് നമ്മൾ അടുത്ത വീഡിയോസ് മുതൽ നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ കൊള്ളാമെന്നുണ്ടെങ്കിൽ കൊള്ളാമെന്ന് പറയുക, കൊള്ളത്തില്ലെങ്കിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ എന്നെപ്പറ്റി അറിയണം എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റായിട്ട് ഇടുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളെല്ലാം എൻ്റെ ലൈഫിൽ നടന്നിട്ടുണ്ട്. കാര്യം പല കാര്യങ്ങൾ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ, നല്ലത് ചീത്തകൾ എല്ലാ സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെയൊക്കെ പറ്റിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം ദിവസം ഇങ്ങനെ അപ്ലോഡ് ചെയ്യണമെന്നാണ് മടിയാണ്. അപ്പം നിങ്ങൾ ഓരോ സപ്പോർട്ട് തരുകയെന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവരും ഫുള്ളായിട്ട് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ.
അപ്പം ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് തുടക്കത്തിൽ പറഞ്ഞതാണ്, ഇങ്ങനെ തൗഫീഖ് ട്രാവൽ വിത്ത് തൗഫീഖ് കൊട്ടാരക്കരക്കാരനാണ്, പക്ഷേ സപ്പോർട്ട് മലപ്പുറത്തു നിന്നാണ്. ഓക്കെ, അപ്പം അവരാണ് എൻ്റെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ കേട്ടോ. അപ്പം ഞാൻ അതുപോലെ തന്നെ മലപ്പുറംകാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടോ, ഈ കാശ്മീർ പോയിട്ടുണ്ട്, ഞാൻ നേപ്പാൾ പോയ സമയത്തൊന്നും ആർക്കും എന്നെ അറിയത്തില്ല, യൂട്യൂബ് ചാനലിൽ മാത്രമേ ഉള്ളൂ, ഇൻസ്റ്റ ഒന്നുമില്ല അന്ന്. ഞാൻ കാശ്മീർ പോയാലും കൊടൈക്കനാൽ പോയാലും UAE എവിടെ പോയാലും എല്ലായിടത്തും എൻ്റെ മലപ്പുറംകാരാണ് കേട്ടോ. ഞാൻ എൻ്റെ ഒരുപാട് മലപ്പുറംകാരെ കുട്ടിയാണ് ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടുള്ളത്. കാര്യം അത്രയും നമുക്ക് സ്ട്രോങ് ആണ്. കാര്യം എവിടെ പോയാലും തൗഫീന്ന് വിളിക്കാൻ ആൾക്കാരുണ്ട്. അത് കൂടുതൽ പേര് ഞാൻ എപ്പോൾ ചോദിച്ചാൽ ആൾക്കാരുടെ സ്ഥലം ചോദിക്കും. മറ്റുള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ, പക്ഷെ കൂടുതലും അവരാണ്. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് എൻ്റെ ഇതിൽ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു 85 90 അത്രയുണ്ട് എനിക്ക്. എന്നെ തിരൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മലപ്പുറത്തു നിന്നാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മലപ്പുറംകാരെ പറ്റി ഇത്രയും പറയുന്നത്. ഓക്കെ, അപ്പം ഇനിയുള്ള കാഴ്ചകൾ, ഇനിയുള്ള കാര്യങ്ങൾ എല്ലാം വീഡിയോസ് സഹിതം ആളുകളുടെ ഫോട്ടോ ഉൾപ്പെടെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ അവരവരുടെ സ്റ്റോറി, അവരുടെ കൂടെ എങ്ങനെയായിരുന്നു, അവരുടെ കൂടെ എങ്ങനെയൊക്കെയാണ് ഞാൻ പോയത്, എവിടേക്കാണ് കിടന്നത്, അതിനെ പറ്റിയൊക്കെ ഉള്ളൊരു സൂപ്പർ വീഡിയോസ് നമുക്ക് അടുത്ത വീഡിയോസിൽ കണ്ടു തുടങ്ങാം. ഓക്കെ.